യെസ്. കോഴിമുട്ട. ഏത് ചളിയും ഏത് കറി ഇതുകൊണ്ട് തുടച്ചാൽ പോകുമെന്നാണ് അവന്മാർ പറയുന്നത്. വാ, നമ്മളിതേ കോഴിമുട്ട മൊത്തത്തിൽ എറിഞ്ഞ് നാശാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തുടയ്ക്കാൻ വേണ്ടി പോവാണ്. ഈ തുണി ഉണ്ടെങ്കിൽ ഒറ്റ വലിക്ക് നമുക്ക് വെള്ളം, വണ്ടിയുടെ മേളിലുള്ള വെള്ളം ഈസി ആയിട്ട് ഒറ്റ വലിക്ക് നമുക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കാമെന്നാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇതിൽ എത്രത്തോളം സത്യമാണ് നമുക്ക് പരീക്ഷിച്ച് നോക്കണ്ടേ. കുറേ കാലമായിട്ട് ഇന്റർനെറ്റിൽ വലസിക്കൊണ്ടിരിക്കുന്നതാണ് ഇവന്മാരെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. ഗൈസ്, ബാ കാണിച്ചു തരാം. ബാ, ഞാനിതൊന്ന് തുടച്ച് തീർത്തോട്ടെ. ബാ നോക്കാം. ഷൈനെക്സ് പ്രോ. ഇതിന്റെ കവറൊക്കെ നല്ല സൂപ്പർ കവറാണ് തന്നിരിക്കുന്നത് നമുക്ക്. ഗൈസ്, ഇത് 2 പീസ് ഉണ്ട് കേട്ടോ. രണ്ടെണ്ണോ? ഗൈസ്, അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ വണ്ടി ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആ വീഡിയോയിൽ കണ്ടതുപോലെ ഇതുകൊണ്ട് ആ പണിയൊക്കെ നടക്കുമെന്ന് നോക്കണ്ടേ. ബാ കമാൺ. വേണ്ട, നമ്മളെ വണ്ടിയുടെ മേളിൽ ഞാൻ വെള്ളം ഒഴിച്ചെടുത്ത ഇവിടെ മൊത്തം വെള്ളമാണ്. നമ്മൾ കഴുകി കഴിഞ്ഞപ്പോൾ ഉള്ള വെള്ളമാണ്. നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് അവന്മാര് ഇത് ഒറ്റ വലിക്ക് ഇങ്ങനെ മൊത്തം ഇങ്ങോട്ട് എടുക്കുന്നതാണ്. ആ ലെവലിൽ ഞാൻ ചെയ്തു നോക്കാൻ വേണ്ടി പോവാണ്. എന്റെ പൊന്നെ, എടാ ചുമ്മാ ഇട്ടാ മതി കേട്ടാ. ഇതെന്തോന്നേ ഇത്. ഗൈസ്, ഈ ക്ലോത്ത് ഞാൻ ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. മൈക്രോ ഫൈബർ. കുറെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ചെയ്ത് അതിനകത്ത് വന്നതുപോലെ ഇതിട്ടിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് വെള്ളം വരുമോ നോക്കണം. ബാ, ഇപ്പൊ വെള്ളമുള്ള സ്ഥലമാണ് മൊത്തം. വേണ്ട, പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ കണ്ട ലൈനൊക്കെ വരുന്ന. വേണ്ട, വെള്ളം പോയല്ല, പക്ഷെ ലൈന് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ലൈന് വന്നു. നമുക്കിനി ഈ ഗ്ലാസിന്റെ മുകളിൽ പകുതി ഗ്ലാസ് നമുക്ക് ഈ സാധനം ഇട്ട് നോക്കാം. പകുതി നമുക്ക് മറ്റേ ഇട്ട് നോക്കാം. അമർത്തുന്നില്ല, അമർത്താതെ എടുക്കുവാണ്. പ്രസ് ചെയ്യാതെ ഞാൻ എടുക്കുന്നത് കണ്ടോ. ഇതിന്റെ ഫിനിഷിങ് നോക്കിയാ. ഇതിന്റെ ഫിനിഷിങ് കണ്ടല്ലോ. ഇത് നമ്മുടെ ഈ പയ്യനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി പോവാണ്. ഇത് മൊത്തം ഗ്ലാസ് കവർ ആവുന്നുണ്ട് കേട്ടോ. എന്റെ പൊട്ടളിയാ, നോക്കടാ. ഇതെന്ത് തുണിയുടെ ഇത് നോക്കിയേ ഗൈസ്. ഇവിടെ കണ്ടോ, ഇവിടെ മൊത്തം ഒരു ക്ലീൻ ആവാത്ത പോലെ. പക്ഷെ ഇത് നോക്കിയേ. ഞാൻ ട്രൈ ചെയ്ത് നോക്കാനൊന്നുമില്ല കേട്ടോ. അതെ, ഞാൻ മുകളിലൊക്കെ എടുക്കുവാണ്. ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കാം. ഇവിടെ ചുളിഞ്ഞു പോകുന്നുണ്ടേ. എന്റെ മോനെ. ഗൈസ്, അവന്മാര് കാണിച്ചേക്കുന്നൊക്കെ സെയിമാ കേട്ടോ. എവിടൊക്കെ വെള്ളമുണ്ട് വേണ്ട. ഇതിന്റെ മുകളിലുള്ള വെള്ളമൊക്കെ നോക്കിയാൽ ഭയങ്കര ഈസി ആയിട്ടാണ് പോരുന്നത് കേട്ടോ. ഇത് ഡ്രൈ ആയി കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇതിട്ട് വലിക്കുമ്പോൾ ഈസി ആയിട്ട് വെള്ളം വരുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ വെറ്റായാലോ, ഇവിടെ നനഞ്ഞല്ലോ. നനഞ്ഞ ഭാഗം പെടുമ്പോൾ നോക്കിയേ, നമ്മൾ ആ തുണി നനഞ്ഞെടുക്കുവാണ്. ആ തുണി നനഞ്ഞെടുക്കുന്നതുകൊണ്ട് അതിട്ട് അതേ ഫീൽ തന്നെയാണ് ഇതും വരുന്നത്. നോക്കിയേ, ആ ലൈൻ വരുന്നുണ്ടോ. ഇതിന്റെ പകുതിയെ നമുക്ക് ഇതിനോട് എടുത്തു നോക്കാം. ബാക്കി പകുതി നമ്മുടെ പയ്യനോണ്ടും എടുത്തു നോക്കാം. ഇപ്പൊ ഞാൻ ഇട്ട് വെച്ചേക്കുവാണ്. ഇത് വലിച്ചു കഴിഞ്ഞാല് ഇതിനകത്ത് ഇപ്പൊ ലൈൻ ഉണ്ട് കേട്ടോ. ലൈൻ ഉണ്ട്, മൊത്തം ഡ്രൈ ആയിട്ടില്ല. ഇത് നമുക്ക് നോക്കാം. സെയിം ആണ്.
പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ ഈർപ്പം കിടക്കുന്നുണ്ട്. ഇത് കുറച്ച് കുറവാട്ടോ. ചോദിക്കോ, ഇത് ഞാൻ അമർത്തി എടുക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഈ തുണിയിട്ട് വലിക്കുന്നേ ഉള്ളൂ. ഗായ്സ് ഒന്നും പറയില്ല കേട്ടോ, ഒന്നും പറയില്ല, സംഭവം ഈസി ആയിട്ട് പോകുന്നുണ്ട്. ഗായ്സ് ഇതന്നെ നമ്മളെ ഈ 2 ഐറ്റവും, നമ്മുടെ സ്വന്തക്കാരനെയും നമ്മളിപ്പോ വിരുന്നുകാരനെയും രണ്ടുപേരും നമ്മൾ വെള്ളത്തിൽ മുക്കുവാണ്. ഇപ്പൊ ഇത് രണ്ടും നനഞ്ഞു കിടക്കുവാണേ, നല്ലോണം നനഞ്ഞു കിടക്കുക. ഇനി നമുക്ക് ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ രണ്ടാമത് വെള്ളമാക്കിയിട്ടുണ്ട്. നമ്മളിത് പകുതി ഭാഗം ഇതുകൊണ്ടും പകുതി ഭാഗം ഈ സുനാപ്പി കൊണ്ടും തുടയ്ക്കാൻ വേണ്ടി പോകാൻ. നോക്കിയോ, എവിടെ ആയിട്ടില്ല. കണ്ടല്ല, ഇവിടെ ഇത് എത്താത്തോണ്ടാണ്. ഇങ്ങനെയാണ് ഇതുകൊണ്ട് തുടച്ചിട്ട് വരുന്നത്. ഇനി നമ്മളെ സ്വന്തക്കാരനെ കൊണ്ട് തുടച്ചു നോക്കാം. ഗായ്സ് നടക്കുന്നില്ല കേട്ടോ. ഇതാണ്ട് നമ്മളെ സ്വന്തക്കാരൻ, നമ്മളെ 2 പ്രാവശ്യം നമ്മളെ സ്വന്തക്കാരനെ ഇതിനകത്തിട്ട് തിരിച്ചു. ഇത് നോക്കിയേ, ചങ്ങാതി ഇവിടെ ഒക്കെ ലൈന് ഇട്ടേക്കുന്നു. നോക്കിക്കടാ, നീ ഇവൻ ലൈനാക്കി വെച്ച സാധനം ഇവൻ പോകുന്നുണ്ടോ നോക്കണ്ടേ? നോക്ക്, വേണ്ട, ഇവനെങ്ങനെ വെക്കുക ജസ്റ്റ്. ഇല്ല, ലൈന് പോക്കുന്നില്ല, പക്ഷെ വെള്ളം കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഫൈനൽ വേണ്ട ഗ്ലാസ്. ഈ പകുതി നമ്മുടെ പുതിയ പയ്യനും ആ പകുതി നമ്മുടെ പഴയ പയ്യനും ഉള്ളതാണ്. പുതിയ പയ്യന്റെ പെർഫോമൻസ് നോക്കൂ. ഈ പകുതി നമ്മുടെ പഴയ പയ്യനുള്ളതാണ്. നോക്കിക്കോ, ഇവൻ കുറച്ച് വലുപ്പക്കുറവാണ്, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ടൊക്കെ വലിക്കേണ്ടി വരും. വേണ്ട, വ്യത്യാസം നോക്കിക്കേ ഗൈസ്, എമ്മ ഡിഫറൻസ് ആടേ ഗൈസ്. ഈ കളിയിൽ നമ്മുടെ സ്വന്തക്കാരൻ തോറ്റു. ബാ, ഗൈസ് ഈ മുതൽ നമുക്ക് 2 പീസ് വന്നിട്ടുണ്ട് കേട്ടോ. അവർ 1 പീസായിട്ട് വിൽക്കുന്നില്ല, 2 പീസായിട്ട് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇത് കണ്ടതിന് ഡിഫറൻസ് കണ്ടോ? ഇതിന്റെ സ്കിന്ന് കണ്ടോ, ഭയങ്കര സോഫ്റ്റും, പിന്നെ കൂടാതെ ഇതിന് അധികം നീളമില്ല. ഇതിന്റെ ഈ ഒരു ഓരോ മുടിയില്ലേ, നമ്മളെ മുടി പോലെ, ഇതിന്റെ സ്കിന്നിന് അത്ര നീളമില്ല. പക്ഷെ നമ്മളെ ഈ പഴയ പയ്യനുണ്ടല്ലോ, ഇവന്റെ സ്കിന്ന് കണ്ടാ ഭയങ്കര വലിപ്പമാണ്. ഇവൻ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വര കാണിക്കുന്നുണ്ട്, പക്ഷെ ഇവൻ നനഞ്ഞിട്ടും വര കാണിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഇത് ഫെയിലാവും, കാരണം നനഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ വര വരും എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. പക്ഷെ ഒരു വരയും വന്നില്ല. അപ്പൊ ഇതേണ്ട ഗൈസ്, ഈ കമ്പനിയുടെ പേര് നോക്കി വെച്ചോ, ഷൈൻ എക്സ് പ്രോ. സംഭവം സൂപ്പർ ആട്ടോ. 2 പീസാ നമ്മൾ മേടിച്ചിട്ടുള്ളത്. നമ്മളെ ഇതിനെ കമ്പയർ ചെയ്തേക്കുന്നത് നോർമൽ ക്ലോത്ത് വെച്ചിട്ടല്ല, നമ്മൾ മേടിച്ചേക്കുന്ന, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് തന്നെയാണ് കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വിജയിച്ചിരിക്കുന്നത് ഇവനാണ്. ഇവൻ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്, നമ്മളെ കയ്യിലുള്ള ക്ലോത്തിനേക്കാളും എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഗൈസ്, വണ്ടിയുടെ മേളിൽ കോഴിമുട്ടിയും തക്കാളിയൊക്കെ എറിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇതുപോലുള്ള തുണിന്നല്ല, ഏത് തുണി വെച്ച് തുടച്ചാലും കോഴിമുട്ടിയും തക്കാളിയൊന്നും തുടച്ച് വണ്ടിക്കകത്തും കളയാൻ പറ്റില്ല ഗൈസ്. അത് നമ്മൾ വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്, എന്നെ ആരും തെറി വിളിക്കരുത്.
അപ്പൊ ഗൈസ് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ബൈ ബൈ.